പറഞ്ഞുവെങ്കിലും എനിക്ക് പിന്നീട് തക്ക സമയത്ത് മനസ്സിലായി യേശു എന്റെ ജീവിതത്തെ അനുഗ്രഹിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതാണ് ഫിലിപ്പി ലേഖനം 4:19 ഈ വിശുദ്ധ ബൈബിളിൽ ഇങ്ങനെ പഠിപ്പിക്കുക, എന്റെ ദൈവം തന്റെ മഹത്വത്തിന്റെ സമ്പന്നതയിൽ നിന്ന് നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം തക്ക സമയത്ത് നിങ്ങളുടെ ജീവിതത്തിൽ നൽകുമെന്ന്. തക്ക സമയത്ത് ഈശോ നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടും. അതുകൊണ്ട് ഇവിടെ കച്ചവടം നടത്തുന്നവരുണ്ട്, വിവിധ കടകൾ നടത്തുന്നവരുണ്ട്, ലോട്ടറി കച്ചവടം നടത്തുന്നവരുണ്ട്, ചായക്കട കൊടുക്കുന്ന കടകളുണ്ട്, അതുപോലെ മറ്റ് സ്നാക്സ് കടകളുണ്ട്. കടകളിൽ ഇരിക്കുന്നവർ, ബസിന്റെ ഡ്രൈവർമാര്, കണ്ടക്ടർമാര്, അതുപോലെ ക്ലീനർമാര്, അതുപോലെ തന്നെ ഇവിടെ വന്നു പോകുന്നവര്, യാത്ര ചെയ്യുന്നവര്, നിങ്ങളോട് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതാ, യേശു നിന്റെ ജീവിതത്തിൽ തക്ക സമയത്ത് ഇടപെടും. തക്ക സമയത്ത് നിന്റെ ജീവിതത്തെ ഉയർത്തുന്ന ഒരു ദൈവമുണ്ട്. തക്ക സമയത്ത് നിന്റെ ജീവിതത്തെ ഉയർത്തുന്ന ആ യേശുവിൽ നീ വിശ്വസിക്കണം. പത്രോസിന്റെ ലേഖനം ബൈബിളിലെ ഒരു ലേഖനമാണ്, ബൈബിൾ വചനമാണ്. അതിൽ വചനം ഇങ്ങനെ പഠിപ്പിക്കുക, തക്ക സമയത്ത് നിന്റെ ജീവിതത്തെ ദൈവം ഉയർത്തും. അതുകൊണ്ട് നിന്റെ ഉത്കണ്ഠകളെ, ആകുലതകളെ നീ ദൈവത്തിന് സമർപ്പിക്കണം. മറ്റൊരു ദൈവവചനമുണ്ട്, യാക്കോബിന്റെ ലേഖനം 4:7-8 വചനങ്ങൾ. വചനം പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്, നീ ദൈവത്തോട് ചേർന്ന് നിൽക്കുക, ദൈവം നിന്നോട് ചേർന്ന് നിൽക്കും, തക്ക സമയത്ത് നിന്റെ ജീവിതത്തെ ദൈവം ഉയർത്തുമെന്ന് പറയുകയാണ്. അതുകൊണ്ട് നീ പിശാചിനെ ചെറുത്തു തോൽപ്പിക്കണം. ജീവിതത്തിൽ നിരാശ പാടില്ല, ജീവിതത്തിൽ സങ്കടങ്ങൾ പാടില്ല. നിരാശ തരുന്നത് പിശാച, നിരാശ തരുന്നത് പിശാച, ആത്മഹത്യ ചിന്ത തരുന്നത് പിശാച. നിന്റെ ജീവിതത്തെ നശിപ്പിക്കണമെന്ന്, നിന്റെ ശരീരത്തെ നശിപ്പിക്കാൻ നീ പാൻപരാഗ് കഴിക്കുമ്പോൾ, മദ്യം കഴിക്കുമ്പോൾ, പുകവലിക്കുമ്പോൾ നിന്റെ ജീവിതത്തെ നാശത്തിന് വഴിയിലൂടെ തള്ളിവിടുന്നത് പൈശാചികമായ പ്രവൃത്തിയാണ്, പൈശാചികതയാണ്. അപ്പോൾ പിശാച് സന്തോഷിക്കും. നിന്റെ ശരീരം ദൈവത്തിന്റെ ആലയമാണ്. ദൈവാത്മാവ് നിന്റെ ജീവിതത്തിൽ വസിക്കുന്നുണ്ട്. ദൈവാത്മാവ് വസിക്കുന്ന നിന്റെ ശരീരത്തെ നീ പരിശുദ്ധമായി നീ സംരക്ഷിക്കണം. ദൈവാത്മാവ് വസിക്കുന്ന നിന്റെ ശരീരത്തിൽ നീ ദൈവത്തെ മഹത്വപ്പെടുത്തണം. അതുകൊണ്ട് നീ ഇന്ന് അങ്ങനെ ഏതെങ്കിലും തിന്മയിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ, മദ്യത്തിന്റെ, പുകവലിയുടെ, ഏതെങ്കിലും വിരാശകളുടെ, വ്യഭിചാരാസക്തികളുടെ, അശുദ്ധികളുടെ അരൂപി നിന്റെ ജീവിതത്തിൽ ഉണ്ടായെങ്കിൽ, നിരാശയുടെ അരൂപി നിന്റെ ജീവിതത്തിലുണ്ടെങ്കിൽ, ആത്മഹത്യ ചിന്തകൾ നിന്റെ ജീവിതത്തിലുണ്ടെങ്കിൽ, നീ യേശുവിനെ സമർപ്പിക്കണം. ഈ സായങ്കാലത്ത് നീ യേശുവിനെ വിളിക്കണം. ഈ രാത്രി നീ യേശുവിനെ വിളിക്കണം. എന്റെ ജീവിതത്തിൽ ഇറങ്ങി വരാൻ, എന്റെ ജീവിതത്തെ സ്പർശിക്കാൻ, എന്റെ ജീവിതത്തെ നവീകരിക്കാൻ, നിന്റെ ജീവിതത്തെ പൗത്രീകരിക്കാൻ.